വനം വകുപ്പ് രൂപീകരിക്കുന്നത് ഒരു കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1864-65 കാലഘട്ടത്തിലാണ് വനം വകുപ്പ് രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വന്ന ബ്രിട്ടീഷുകാർക്ക് തടി മുറിക്കാനായിട്ട് ഉള്ള ഒരു വകുപ്പായിട്ട് രൂപീകരിച്ച, അല്ലാതെ ഇന്ത്യയിലെ കാടുകൾ സംരക്ഷിക്കാനോ നാട്ടുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ വേണ്ടി ഉണ്ടാക്കിയ വകുപ്പൊന്നുമില്ല. അതിന് പറ്റിയ ഒരു വിഭവ ചൂഷണത്തിന് വേണ്ടിയുള്ളൊരു വകുപ്പായിട്ട് ഇതിന് ഉണ്ടാകുന്നത്. അതിന് പറ്റിയ മാർഗങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിന് പറ്റിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രിട്ടനിലെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത്, ബ്രിട്ടനിൽ കാടുമില്ല, അന്നേ കാടില്ല, ഇന്നും കാടില്ല, അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള ജർമ്മനിയിലെ ഫോറസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് ഡിയോട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയും. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്ന ആളാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇദ്ദേഹമാണ് കേരളത്തിലേക്ക് റബ്ബറും കൊണ്ടുവരുന്നത്. അതായത് നോക്കൂ, തേക്ക് ഒരു കൃഷിയുടെ പിതാവെന്ന് വിളിക്കുന്നതും റബ്ബർ കൃഷിയുടെ പിതാവെന്ന് വിളിക്കുന്ന ഒരു ഒറ്റ ആളാണ് ഡിയോട്രിച്ച് ബ്രാൻഡിസ്. ഒരു എബ്രഹാമിനെ പോലെ 3 മതങ്ങളുടെ പിതാവായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആൾ. അതുകൊണ്ട് കർഷകരും വനംവകുപ്പും ആ രീതിയിലും ഒരേ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് 1878 ആദ്യത്തെ ഈ വിഭവം തടി മുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥ, അതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 1878 ബ്രിട്ടീഷുകാർ ആ വ്യവസ്ഥിതി വിലയിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ആവശ്യത്തിനുള്ള തടി കാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാടുകളിലൊക്കെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കാടിനെ ആശ്രയിക്കുന്നുണ്ട്, വിറകായിട്ടും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഭരണകൂടത്തിന് പോകേണ്ട തടിയാണ് ഇങ്ങനെ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് റിസർവേഷൻ എന്ന് വിളിക്കുന്ന പ്രക്രിയ തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ റിസർവ് ഫോറസ്റ്റ് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതായത് തദ്ദേശീയരായ ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഭരണകൂടത്തിന് വേണ്ടി മാത്രം വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഒരു സമ്പ്രദായം തുടങ്ങുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഒരു അകൽച്ചയാണ് ഇന്നും പ്രതിഫലിക്കുന്നത്. അത് പല രൂപത്തിലും പല ഭാവത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും. കാരണം 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ഇന്ത്യയെ വ്യവസായവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വനവ്യവസായങ്ങൾക്ക് വേണ്ടി തടി ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലിയാണ് വനംവകുപ്പിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 60കളിലും 70കളിലും ധാരാളം സ്വാഭാവിക വനങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് അടക്കമുള്ള പ്ലാന്റേഷനുകൾ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. അത് അന്നത്തെ നയത്തിൻ്റെ ഭാഗമാണ്. അന്നത്തെ വലിയ ശരികളായിരുന്നു. അത് പലപ്പോഴും കേൾക്കുന്നത് വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ചു എന്നാണ്. അത് വനംവകുപ്പ് മാത്രം വെച്ചുപിടിപ്പിച്ചതല്ല, അത് ഒരു സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ വലിയ ശരികൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആവാസ വ്യവസ്ഥകൾ ധാരാളം നശിച്ചിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ 2021 ശേഷം, കേരളത്തിൻ്റെ മഹാപ്രളയത്തിന് ശേഷം വനംവകുപ്പ് ഈ പൊതു താല്പര്യം മുൻനിർത്തിയെടുത്ത വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം, 2021 ശേഷം ഇത്തരം വിദേശ അധിനിവേശ സസ്യങ്ങളായിട്ടുള്ള അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് കേരളത്തിൽ വെച്ചുപിടിപ്പിക്കുന്നില്ല. അതിനെല്ലാം സ്വാഭാവിക അന്തരീക്ഷമായിട്ട് മാറുകയാണ്. ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് 1920കളിലാണ് കേരളത്തിലെ മലയോര മേഖലയിലേക്കുള്ള വലിയ കുടിയേറ്റം തുടങ്ങുന്നത്. ആ കുടിയേറ്റം മഹാസംരംഭങ്ങളാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് അവരെയൊക്കെ സ്മരിക്കുക. അത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ, പാലക്കയം, അതുപോലെ തന്നെ മലബാറിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ അന്നത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ പട്ടിണി പടർന്നു പിടിക്കുമ്പോൾ അതിനെതിരെ മല കയറി കൃഷിയിടങ്ങൾ ഉണ്ടാക്കി നാട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി നടന്നുപോയ സൈനികരാണ് യഥാർത്ഥത്തിൽ കർഷകർ. വലിയ സാമൂഹിക ധർമ്മം അവരന്ന് ചെയ്യുന്നത്. 20കളിൽ എത്ര പേര് മരിക്കുന്നു. അവരുള്ള മലമ്പനിയും അല്ലെങ്കിൽ മട്ടിപ്പുല്ലെന്നാണ് എസ് കെ പൊറ്റക്കാട് പറയുന്നത്, മരിക്കാണ്. അതിൽ നിന്ന് ബാക്കിയാവുന്ന കുറച്ച് പേര്, അതാണ് കവി പാടുന്നത്, റഫീഖ് അഹമ്മദ് പാടുന്നില്ലേ, ഇത് മലയാള നാടിൻ്റെ മടിശീല കിലുങ്ങുന്ന എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സൃഷ്ടിക്കുന്നത് ഈ മലയോര മേഖലയിലെ കർഷകരാണ്. അത് പിന്നീട് അത് തുടരുന്നുണ്ട്. 50കളിലും 60കളിലും ഇത് തുടരുന്നുണ്ട്. അവർ എന്താ പറയുക, കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയോടും എല്ലാം തന്നെ ഇടചേർന്ന് പൊരുതിക്കൊണ്ട് പല ഭാഗത്തു നിന്നിട്ട് കെട്ടിപ്പടുത്തതാണ് നമ്മുടെ മലയോര മേഖല. അതിന് നമ്മൾ അവിടെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറ്റിപ്പോകുന്നത് ഇതിന് സമാന്തരമായിട്ട് ഉടലെടുത്ത് വരുന്ന ചില ആഖ്യാനങ്ങളിൽ നമ്മളൊരു പക്ഷേ എന്താ പറയുക, പിന്നീടൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കയ്യേറ്റത്തെയും ഈ കുടിയേറ്റത്തെയും നമ്മൾ ഒരേ ഒരു നിർവചനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്ത് ജീവിക്കുന്നവരെല്ലാവരും എന്തോ അപരാധം ചെയ്തവരാണെന്നുള്ള ഒരു പൊതുധാരണ, അതൊരു പ്രകൃതി സംരക്ഷണത്തിനെതിരാണ് അവരെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും തെറ്റും കൃത്രിമമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അത് പ്രകൃതിയോട് ഒത്തു ജീവിച്ച്
പ്രകൃതിയോട് ഒത്തു ജീവിച്ച വലിയ മനുഷ്യരാണ് കേരളത്തിലെ കർഷകർ. അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്, ആ ഒരു അപരരുക്തി ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സംഘർഷാത്മകതയിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ട നമ്മുടെ ഈ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വനംവകുപ്പ് എന്നല്ല, എല്ലാ വകുപ്പുകളും കർഷകരോടൊപ്പമാണ്. അതുപോലെ കർഷകരും പ്രകൃതിക്കെതിരായിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈകാരികമായിട്ടൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചതും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇത് അറിയാവുന്നതും കർഷകരല്ലേ. അതുകൊണ്ട് കർഷകർക്ക് വേണ്ടിയല്ലോ സുരക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കടമയാണ്. പക്ഷേ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 150 വർഷത്തെ ഒരു കൊളോണിയൽ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തിന് ആ ഒരു ഇമേജറിയിൽ നിന്ന് വെളിയിൽ വരാനായിട്ടുള്ള കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. നേരെ തിരിച്ച് പൊതുജനങ്ങൾക്കും ഈ ഒരു ഭാവനയുണ്ട്. അതായത് വനം എന്നാൽ ഞങ്ങൾക്കിതുകൊണ്ട് എന്താണ് ഗുണം, പാരസ്പര്യവും അല്ലെങ്കിൽ പ്രകൃതി ധർമ്മങ്ങളൊക്കെ നിൽക്കട്ടെ, പക്ഷെ അതല്ലാതെ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം, നേരെ മറിച്ച് ഈ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യമല്ലാതെ എന്നുള്ളൊരു ചിന്ത ആളുകൾക്കും വന്നിട്ടുണ്ടെങ്കിലും സ്വാഭാവികമാണ്. അത് നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക്, ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ദൗത്യം എന്ന് വിളിക്കുന്നത് ഇതിനെ ഒന്നിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ടൊരു കാൽവയ്പ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കൃഷിയിടങ്ങളായി നിലനിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വന്യജീവികൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കൃഷി ഒരുക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് എങ്ങനെയാണെന്നുള്ളത് സൂക്ഷ്മാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ ഈ കോൺവെർസേഷൻ നടക്കുമ്പോഴും വനം വകുപ്പ് വേഴ്സസ് സാധാരണ മനുഷ്യർ എന്നുള്ളൊരു നരേറ്റീവിലാണ് നമ്മൾ ഈ കോൺവെർസേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് നോക്കിയാൽ ഇപ്പൊ LDF ഗവൺമെന്റ് തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ വൺ ഓഫ് ദ റീസൺസ് വനം വകുപ്പാണെന്നുള്ളൊരു നരേറ്റീവ് സ്ട്രോങ് ആണ്. അപ്പൊ അത്രയ്ക്ക് ഡിവിസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പൊ ഇതിലൊരു ഇമ്മീഡിയറ്റ് ആൻഡ് സാർ ആദ്യം പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം സൊല്യൂഷൻ വേണം. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്തായിരിക്കാം? ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതായത് ഈ പ്രശ്നം കേരളത്തിൽ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിലല്ല. രാഷ്ട്ര ശരീരത്തെ ബാധിക്കുന്നതാണ് രാഷ്ട്രീയം. ആ രീതിയിൽ നമ്മുടെ രാഷ്ട്ര ശരീരത്തെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ടോറൽ പൊളിറ്റിക്സും അതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷെ ഇതിൻ്റെ ഒരു അപകടം എന്ന് വിളിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വിളിക്കുന്നത് ഈ പ്രശ്നത്തിൽ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊരിക്കലും അംഗീകരിക്കില്ല. ലഘൂകരണം എന്ന് മാത്രമേ അവർ പറയുള്ളൂ. കാരണം ഭൂമിയിൽ 2 ജീവികൾ ഉള്ളിടത്തോളം കാലം ഒരു ജീവി മറ്റൊരു ജീവിയുടെ പുറത്ത് അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്നൊരു അധീശ വർഗമായിട്ട് മനുഷ്യനും വന്നിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ ലഘൂകരണ പ്രശ്നത്തെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു ഇലക്ടോറൽ അല്ലെങ്കിൽ അത്തരം ഒരു രീതിക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത് ഒരിക്കലും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമായിട്ട് ഇത് നിലനിൽക്കുകയും ഇത് നാട്ടിലെ ഒരു നിരന്തര ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് നമ്മളൊക്കെ ഉയർന്ന സാക്ഷരതയും ഉയർന്ന സാമൂഹിക ചിന്താഗതിയുള്ളൊരു സമൂഹമാണ്. വളരെയധികം അസമത്വങ്ങളൊക്കെ പിടിച്ചു കെട്ടിയ നവോത്ഥാന പാരമ്പര്യവും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസമത്വം നമുക്ക് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ആ ഒരു ശുഭചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ പ്രശ്നം, ഇതിനെന്താണ് ഒരു അടിയന്തര പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള ശ്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ആദ്യത്തെ നടപടിയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വനംവകുപ്പിൻ്റെ ആന ഞങ്ങളുടെ കൃഷി നശിപ്പിച്ചു, ഞങ്ങൾ കുറച്ച് പേര് കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വികേന്ദ്രീകൃത ആ രീതിയിലുള്ള ഒരു അപരഭാവനയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളെല്ലാവരും ചേരണം എന്നുള്ളൊരു സന്ദേശം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത് ചെയ്തത്, കേരളത്തെ ഒരു 12 കോൺഫ്ലിക്റ്റ് ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ ഒന്ന് ആറളം, കണ്ണൂർ, കാസർഗോഡ് പ്രദേശമാണ്. അതൊരു കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് വയനാടാണ് രണ്ടാമത്, നിലമ്പൂർ മൂന്നാമത്തേതാണ്. പിന്നീട് നമ്മൾ വരുമ്പോൾ പാലക്കാട്, അട്ടപ്പാടി, മണ്ണാർക്കാട് പ്രദേശം വേറൊരു ഭൂപടത്തിൽ വരുന്നതാണ്, കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പാണ്. കുതിരാൻ, തൃശ്ശൂർ, അതുപോലെ വാഴച്ചാൽ, ചാലക്കുടി പ്രദേശം, മലയാറ്റൂർ, കോതമംഗലം പ്രദേശം, മൂന്നാർ, മാങ്കുളം പ്രദേശം, പെരിയാർ, റാന്നി,
കോന്നി അച്ചൻകോവിൽ, പിന്നെ കുളത്തുപുഴ തിരുവനന്തപുരം, അഗസ്ത്യമല എന്ന് വിളിക്കും. ഇങ്ങനെ 12 ഭൂപ്രദേശങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്വഭാവം വേറെയാണ്, കാര്യകാരണങ്ങളും വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ആറളത്ത് നമ്മൾ പരീക്ഷിക്കുന്ന മാർഗങ്ങളായിരിക്കില്ല എവിടെ നോക്കുക, തിരുവനന്തപുരത്ത് നോക്കേണ്ടി വരിക. അപ്പോൾ അത് രണ്ടും ചെയ്യുകയുണ്ടായി. എന്നിട്ട് നമ്മൾ കേരളത്തിലെ പഞ്ചായത്തുകളെ ഈ ഹോട്ട്സ്പോട്ടുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. 273 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അസസ്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അതിൽ 30 എണ്ണം കുറച്ചധികം തീവ്രത കൂടിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം പ്രദേശങ്ങളെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ കൂടുതലായിട്ട്. അപ്പോൾ അതിനൊരു ഊർജം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് 10 മിഷനുകളെ പ്രഖ്യാപിക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മിഷനുകൾ രൂപപ്പെടുത്തുക. അതിൽ ഒന്നാമത്തെ മിഷനാണ് നമ്മൾ പറഞ്ഞത് മിഷൻ ഫെൻസിങ് എന്നതിനെ പറയാം, സോളാർ ഫെൻസിങ്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് ഒരു 4,000-4,500 കിലോമീറ്ററോളം കാടും നാടും തമ്മിൽ ചേരുന്ന പ്രദേശത്ത്, ഈ കോൺഫ്ലിക്റ്റ് അധികം കാണുന്ന പ്രദേശത്തെ സോളാർ വേലികൾ കെട്ടി തിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് സോളാർ വേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പ്രതിരോധ മാർഗങ്ങളുണ്ട്, പക്ഷേ ചിലവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ 1 കിലോമീറ്റർ റെയിൽ ഫെൻസ് വേണമെന്ന് ആളുകൾ പറയും. റെയിൽ പാളങ്ങളെ കൊണ്ട് വേലി കെട്ടുക എന്ന് പറയും. 3 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് പെർ കിലോമീറ്റർ. അപ്പോൾ 4,000 കിലോമീറ്റർ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ 12,000 കോടി രൂപയാണ് നമ്മുടെ വാർഷിക പദ്ധതിയുടെ 1/3. 300 കോടി രൂപ മാത്രമാണ്, 304 കോടിയാണ് വനം വകുപ്പിൻ്റെ ആനുവൽ ബജറ്റ്. അതിൻ്റെ ഒരു 20% 30% ആയിരിക്കും ഇതിന് കിട്ടുക, ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായിട്ട് കിട്ടുക. അത് പ്രായോഗികമല്ല. മതിൽ കെട്ടണമെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതികമായിട്ട് വേണ്ടി വരുന്ന പാറക്കല്ലുകൾക്കൊക്കെ പുറമെ തന്നെ അതിനും ഏതാണ്ട് ഇതേ ചിലവ് വരും. പിന്നീട് വരുന്ന ട്രെഞ്ച് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ 20-30 ലക്ഷം രൂപ വലിയ ചിലവുകളാണ്. അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും വികേന്ദ്രീകൃതവുമായിട്ടൊരു മാർഗ്ഗമാണ് ഈ സൗരോർജ്ജ വേലി. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്തത്, ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, പല സ്ഥലത്തും കാട് പിടിച്ചും വള്ളികൾ പടർന്നും ആവശ്യത്തിന് മെയിൻ്റനൻസ് ഇല്ലാതെയും ഇത് വർക്ക് ചെയ്യാതെ ആയിട്ടുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ നോക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ന് കേരളത്തിലെ 1900-ഓളം കിലോമീറ്റർ സൗരോർജ്ജ വേലി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പണ്ട് പൊളിഞ്ഞു കിടന്നത് ഇന്ന് എന്താക്കി തയ്യാറായി. ഒരു 700 കിലോമീറ്ററിൻ്റെ പണി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അടുത്തൊരു 5-6 മാസം കൊണ്ട് ഏതാണ്ട് ഒരു 3000 കിലോമീറ്ററോളം നമുക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ധാരണ.